പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലം 10-ാം ദിവസം, 25-ാം തീയതി ഫെബ്രുവരി, ബുധനാഴ്ച. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന ഭോഷനായ ധനികനെക്കുറിച്ചുള്ള വിവരണമാണ്. സമ്പത്തിനെക്കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചുമാണ് ഈ ദിവസങ്ങളിൽ നിരന്തരമായി സുവിശേഷം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധനവാന്റെയും ലാസറിൻ്റെയും കഥയും സക്കേവൂസ് സമ്പത്തിനെ കൈവെടിഞ്ഞ് ദൈവത്തെ ചേർത്ത് പിടിച്ചതിനെയും ഒരു അധികാരി ഈശോയോട് സ്വർഗത്തിലേക്കുള്ള വഴി ചോദിച്ചതിനെക്കുറിച്ചും നിരന്തരമായി സമ്പത്തിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഈ ദിവസങ്ങളിൽ സുവിശേഷം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സമ്പത്ത് അധികമായാൽ അത് ദൈവത്തെ മറക്കാൻ കാരണമാക്കുകയോ സമ്പത്ത് ദൈവം തന്നെ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയാവുകയോ ചെയ്താൽ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഒരിക്കൽ പറഞ്ഞ് അവസാനിപ്പിക്കാതെ നമ്മുടെ ശ്രദ്ധയിലേക്കും നമ്മുടെ ബോധ്യത്തിലേക്കും അത് വരുന്നത് വരെ സുവിശേഷം വിവിധ സന്ദർഭങ്ങളെ, തിരുവചനങ്ങളെ ഉപയോഗിച്ച് ഈ ദിവസങ്ങളിലെല്ലാം അതേക്കുറിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈശോ ഇന്നത്തെ സുവിശേഷത്തിലും ഇതേ ആശയം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. സമ്പത്ത് ഭൂമിയുടെ പവറാണ്, ഭൂമിയുടെ ശക്തിയാണ്. ആ സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ടല്ല ഒരു മനുഷ്യജന്മം സാർത്ഥകമാകുന്നത്, സമ്പന്നമാകുന്നതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈ ഭൂമിയുടെ സമ്പത്ത് കൊണ്ടല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യജീവിതം ധന്യമാകുന്നത്? അവിടെയാണ് ഈശോ പറയാതെ നമ്മളോട് എടുത്തു പറയുന്ന കാര്യം. ദൈവത്തിൻ്റെ പവർ കൊണ്ടാണ്, സ്വർഗത്തിൻ്റെ ശക്തി കൊണ്ടാണ്, അത് നമ്മുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം കൊണ്ടാണ്, ദൈവത്തെ കൊണ്ടാണ് നമ്മുടെ ജീവിതം സമ്പന്നമാകുന്നത്, സമ്പന്നമാകേണ്ടത് എന്ന് ഈശോ നമുക്കിന്ന് വ്യക്തമായി ഈ ഭോഷനായ ധനികൻ്റെ കഥയിലൂടെ പറഞ്ഞു തരുന്നു. ഈ കഥ നമുക്കറിയാം. ഒരു കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകിയപ്പോൾ അയാൾ അത് മുഴുവൻ തനിക്കുള്ളതാണ് എന്ന് കരുതി ചിന്തിച്ച് ഇരിക്കുമ്പോൾ ദൈവം പറയുന്നു, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ, നിൻ്റെ ജീവനെ ഇന്ന് എടുത്താൽ നീ ഈ കരുതി വെച്ചതൊക്കെ ആരുടേതാകും? സ്നേഹമുള്ളവരെ, സമ്പത്ത് ഈ ഭൂമിയിലുള്ള എല്ലാ സൗഭാഗ്യവും നമുക്ക് നേടിത്തരും. എന്തും നമുക്ക് വാങ്ങാൻ സമ്പത്ത് കൊണ്ട് പറ്റും എന്നൊരു ചിന്തയാണ് സമ്പത്ത് ധാരാളമായി നേടുന്നതിന് നമ്മുടെ മനസ്സിൽ വലിയ ആഗ്രഹം എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, സമ്പത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സമ്പത്ത് വേണ്ട ഒരു കാര്യമാണ്. പക്ഷെ സമ്പത്ത് എല്ലാമല്ല. സാധാരണ പറയാറുണ്ട്, മണി ഈസ് സംതിങ് ബട്ട് നോട്ട് എവരിത്തിങ്. നമുക്ക് പണം കൊടുത്ത് നല്ലൊരു പുസ്തകം വാങ്ങാം, പക്ഷെ അറിവ് വാങ്ങാൻ പറ്റില്ല. ആ പുസ്തകം വായിക്കുന്ന ഒരു അധ്വാനം ചെയ്യേണ്ടതുണ്ട്. പണം കൊടുത്ത് നമുക്കൊരു ബെഡ് വാങ്ങാം, പക്ഷെ ഉറക്കം വാങ്ങാൻ പറ്റില്ല. ഉറക്കം സ്വാഭാവികമായി തന്നെ കിട്ടേണ്ടതാണ്. നമുക്ക് പണം കൊടുത്ത് വശീകരിച്ച ആളുകളെ നമ്മളുടെ കൂടെ കൂട്ടാം, പക്ഷെ നല്ല സുഹൃത്തുക്കളാണ് അവരെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ നിർത്താം, പക്ഷെ അവരിൽ നിന്ന് സ്നേഹം ആത്മാർത്ഥമായി കിട്ടണമെന്നില്ല. നമുക്ക് ഒരു സംഗീത ഉപകരണം വാങ്ങാം, പക്ഷെ സംഗീതം നമുക്ക് വാങ്ങാനായിട്ട് പണം കൊണ്ട് പറ്റില്ല. നമുക്ക് മെഡിസിൻ വാങ്ങാം, നമുക്ക് ആശുപത്രി ഉപകരണങ്ങൾ വാങ്ങാം, പക്ഷെ ആരോഗ്യം നമുക്ക് പണം കൊണ്ട് വാങ്ങാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ, പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്തതായി പലതും ഉണ്ട് ലോകത്തിൽ. പക്ഷെ നമ്മൾ എപ്പോഴോ എങ്ങനെയോ തെറ്റിദ്ധരിക്കുന്നു, സമ്പത്ത് കയ്യിലുണ്ടെങ്കിൽ, പണം കയ്യിലുണ്ടെങ്കിൽ അതെല്ലാമായി. ദൈവത്തെ കിട്ടണമെങ്കിൽ, ഏറ്റവും വലിയ സമ്പത്തായ യഥാർത്ഥ ധനമായ ദൈവത്തെ നമുക്ക് കിട്ടണമെങ്കിൽ, നമുക്കുള്ള ഈ ഭൂമിയിലെ സമ്പത്ത് നമുക്ക് ഒരുപക്ഷെ ഉപയോഗിച്ചിട്ട് അധികമുള്ള സമ്പത്ത് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവമാണ് യഥാർത്ഥ ധനമെന്ന് തിരിച്ചറിയണം. ആ ദൈവമെന്ന ധനം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിക്കും. അതാണല്ലോ ഈശോ പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതിൻ്റെ അർത്ഥം, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നുകൂടിയാണ്. അതുകൊണ്ട് ദൈവം എന്ന ധനം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമുക്ക് പണം കയ്യിൽ കിട്ടണമെങ്കിൽ, നമുക്ക് ധാരാളമായി സമ്പത്ത്, ഈ ഭൂമിയുടെ പണം നമുക്ക് കയ്യിൽ വേണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ പണം നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി. കാരണം ദൈവം മുകളിൽ നിന്ന് നോക്കുന്നു, ഞാൻ ഈ സമ്പത്ത് ആരുടെ കയ്യിൽ കൊടുത്താൽ അവനത് ഷെയർ ചെയ്യും, മറ്റുള്ളവർക്ക് കൂടി കൊടുക്കും.
അങ്ങനെ കൊടുക്കും എന്ന് തോന്നുന്ന മനുഷ്യൻ്റെ കയ്യിൽ ദൈവം ഈ ഭൂമിയുടെ സമ്പത്ത് കൊടുത്തേൽപ്പിക്കും. അവന് ധാരാളം സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. അവനത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സമ്പത്ത് എത്തുന്ന കാര്യം നടക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് സമ്പത്ത് കയ്യിൽ വേണമോ, നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാം. കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ സമ്പത്ത് നമുക്ക് നന്മയ്ക്കുള്ള, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുള്ള കാരണമാകും. എന്നാൽ നമ്മുടെ കയ്യിൽ തന്നെ സമ്പത്തിരുന്നാലോ അത് നമ്മളെ തന്നെ നശിപ്പിക്കുകയും ദൈവത്തെ നമ്മളിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന കാരണവുമാകും.